ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ HTML ഫോമും PHP പ്രോഗ്രാമിങ്ങും യൂസ് ചെയ്തിട്ട് എങ്ങനെ വെബ് ബ്രൗസറും സെർവറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീപ്പായിട്ട് കുറച്ചുകൂടി പഠിക്കാൻ പോവാണ് എങ്ങനെയാണ് ഈ PHPയും ഡാറ്റാബേസും തമ്മിലുള്ള കണക്ഷൻ അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് വെബ് ബ്രൗസറിൽ, അതായത് ക്ലയൻറ്റിൻ്റെ വെബ് ബ്രൗസറിൽ നമ്മൾ വിചാരിക്കുന്ന ഡാറ്റ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് കണക്റ്റിംഗ് PHP ടു ഡാറ്റാബേസ് MySQL. എങ്ങനെ നമ്മുടെ PHPനെ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ഒക്കെ അല്ലേ. സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ്, ഓൾവേസ് സെയിം ആണ്, അവിടെ ഒന്നും തന്നെ ചേഞ്ച് ആവുന്നില്ല. ഇൻ കേസ് അവിടെ എന്തെങ്കിലും പ്രോഗ്രാമറായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്റ്റാറ്റിക് വെബ് പേജിൽ ആ മാറ്റം കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഡൈനാമിക് വെബ് പേജ് എങ്ങനെയാണ്, ഓരോ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മുടെ വെബ് പേജിലുള്ള കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ ബാക്ക് എൻഡിലുള്ള പ്രോഗ്രാം, അതായത് PHP പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രൗസറിലുള്ള ചേഞ്ചസുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണക്ഷനെ പറ്റി നോക്കാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ 10.5. ഈ ഫിഗർ 10.5ൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, വെബ് ബ്രൗസറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റഡ് പേജ് പോകുന്നു, വെബ് സെർവറിൻ്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, PHP ആണ്. ആ PHP ഫയൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, നേരെ MySQL ആയിട്ട് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഡാറ്റ എടുക്കാനോ അവിടെ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. തിരിച്ച് നമ്മുടെ റിസൾട്ട് വെബ് ബ്രൗസറിലേക്ക് വരുന്നു. ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ റിസൾട്ടിനെ, അതായത് നമ്മളുടെ ഹയർ സെക്കൻഡറി റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെബ് ബ്രൗസറിലാണ്, അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിസൾട്ട് നോക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കുന്നു, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് വരുന്നു. അപ്പോൾ ആ രജിസ്റ്റർ നമ്പറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ് സെർവറിലേക്ക് പോകുന്നത്. ആ വെബ് സെർവറിലേക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ പോയിട്ട് അവിടെ ഉള്ള PHP പ്രോഗ്രാം വഴി അത് എക്സിക്യൂട്ടഡ് ആയി ഇങ്ങനെയൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ MySQL ഡാറ്റാബേസിൽ പോയി നോക്കും. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പറിൻ്റേതായിട്ടുള്ള ഡാറ്റ അല്ലേ, ആ കുട്ടിയുടെ പേര്, അതിൻ്റെ ഡിവിഷൻ, ക്ലാസ്, റിസൾട്ടുകൾ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ച് വെബ് സെർവറിലേക്ക് വന്ന് അത് വെബ് ബ്രൗസറിലേക്ക് കൊടുക്കുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, അയാളുടെ റിസൾട്ട് അവിടെ കാണുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കുട്ടികളും മാർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് നോക്കാനായിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ്. എങ്ങനെയാണ് സെർവറിൽ നിന്ന് ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിൽ പോയിട്ട് ഫെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കണക്റ്റ് ആവുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ ടു MySQL ഡാറ്റാബേസ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡാറ്റാബേസിൽ നിന്ന് സെർവർ കണക്റ്റായി അവിടെ നിന്ന് ഡാറ്റ എടുത്ത് നമുക്ക് തരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റ എടുത്ത് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സെർവറും ഡാറ്റാബേസായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യണം. അതിന് ശേഷമാണ് ഇതുപോലുള്ള ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലോ നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് എങ്ങനെ സെർവറിനെ നമ്മുടെ ഡാറ്റാബേസായിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ MySQL ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL. ആദ്യം നമുക്ക് MySQL ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ഡാറ്റാബേസ് വി വാണ്ട് ടു ഓപ്പൺ. ഏത് ഡാറ്റാബേസാണ് നമുക്കവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. MySQL തന്നെ ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ഡാറ്റാബേസാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ഡാറ്റാബേസ് നമുക്കവിടെ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം റിട്രീവ് ഡാറ്റ ഫ്രം ഓർ ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ഡാറ്റാബേസ്. അതിനുശേഷം എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുകയോ ചെയ്യണം. എല്ലാ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ആ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്, നമുക്ക് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 പറയുന്നുണ്ട് ഓപ്പൺ എ കണക്ഷൻ ടു MySQL. എങ്ങനെ നമുക്ക് MySQL ആയിട്ട് സെർവറിനെ കണക്ട് ചെയ്യാം. ഇവിടെ MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് PHPയും MySQL ഡാറ്റാബേസ് സെർവറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. PHPയും MySQLും തമ്മിൽ കണക്ട് ചെയ്യാൻ MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി MySQL കണക്ട് എന്ന് പറയുന്ന
ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം ആ കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ MySQL_connect എന്ന് പറയുന്ന ഫങ്ഷനിൽ 3 ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ പാസ് ചെയ്യും. എന്തൊക്കെയാണ് 3 ആർഗ്യുമെൻറ്റ്സ്? 1 ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ സെർവർ നെയിം, 2 യൂസർ നെയിം, 3 പാസ്വേഡ്. ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ഈ ഫങ്ഷനോടൊപ്പം തന്നെ വിടുന്നുണ്ട്, അതായത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നമുക്ക് എന്താവും, നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ അവിടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് ആ കണക്ഷനിൽ എന്തെങ്കിലും ഒരു എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എറർ മെസ്സേജ് വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇവിടെ താഴെ ഒരു ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. $link_id അതൊരു വേരിയബിളാണ്. ലിങ്ക് ID എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. MySQL_connect ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നു. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് നെയിമാണ്, അല്ലെങ്കിൽ സെർവർ നെയിമാണ്, യൂസർ ID, അതുപോലെ പാസ്വേഡ്. ഇത്രയും കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് MySQL ആയിട്ടുള്ള ഡാറ്റാബേസിൻ്റെ കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ പ്രോഗ്രാം 10.12 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഒരു MySQL ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പ്രോഗ്രാമിംഗ് കോഡാണ്. സ്ക്രിപ്റ്റ് ടു ഡെമോൺസ്ട്രേറ്റ് കണക്ഷൻ ടു MySQL. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PHPയുടെ ടാഗ് നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്തു. PHP ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് 3 ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള വാരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. യൂസർ നെയിം $username =root, യൂസർ നെയിം റൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, സെമിക്കോളൻ. പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, പാസ്വേഡ് =root. അതുപോലെ സെർവർ നെയിം കൊടുത്തിട്ടുണ്ട്, സെർവർ ലോക്കൽ ഹോസ്റ്റ്. ഇങ്ങനെ 3 വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് $db handle. DB handle എന്ന് പറയുന്നത് ആ ഒരു വാരിയബിളാണ്, കണക്ഷന് വേണ്ടിയിട്ടുള്ളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. $db handle നമ്മളെ ഫംഗ്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. MySQL_connect ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെർവർ, അതുപോലെ അതായത് സെർവർ നെയിം, അതായത് ഹോസ്റ്റ് നെയിം, യൂസർ ID, പാസ്വേഡ് ഇത്രയും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുകളിൽ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സെർവർ, ഹോസ്റ്റ് നെയിം എവിടെയാണുള്ളത്? സെർവർ എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ $server, $username, $password ഇത്രയും കൊടുത്ത് സെമിക്കോളൻ ഇടുക. അപ്പോൾ അവിടെ കണക്ഷൻ നടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ സംഭവിക്കും. അതിനുശേഷം if not $db_handle, അതായത് ആ കണക്ഷൻ അവിടെ നടന്നിട്ടില്ലെങ്കിൽ, അതായത് DB handle എന്ന് പറയുന്ന വാരിയബിൾ ഫോൾസ് ആണ് നമുക്ക് റിട്രീവ് ചെയ്ത് തരുന്നെങ്കിൽ അവിടെ കണക്ഷൻ നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് if not $db_handle, അതായത് ഫോൾസ് ആണ് വരുന്നതെങ്കിൽ എന്താണ്, ഡൈ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് could not connect അല്ലേ. could not connect എന്ന് പറഞ്ഞിട്ട് MySQL എററിനെ അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എറർ എന്നുള്ളത് നമുക്കവിടെ കാണിച്ചു തരും. ഇൻ കേസ് അവിടെ കണക്ഷൻ നടന്നു എന്നുണ്ടെങ്കിൽ നേരെ ഇഫ് വർക്ക് ചെയ്യാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള എക്കോ വർക്ക് ചെയ്യും. എക്കോ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. അതിനുശേഷം എന്ത് ചെയ്യണം, MySQL_close എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് DB handle അതിൽ പാസ് ചെയ്യുക. അപ്പോൾ ആ DB handle എന്ന് പറയുന്ന വാരിയബിളോട് കൂടിയിട്ടുള്ള ആ കണക്ഷൻ അവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് MySQL ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുക. ആദ്യം തന്നെ ആ 3 ആർഗ്യുമെൻറ്റ്സിനെ നമ്മളവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചു, ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളവിടെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്തു. കണക്ഷൻ നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ കണക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് കാണിക്കേണ്ടത് എന്നുള്ള മെസ്സേജുകളായിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം MySQL_close എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ MySQLനെ കണക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് ഡാറ്റാബേസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമുണ്ട്, സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പെസിഫൈ ദ ഡാറ്റാബേസ് യു വാണ്ട് ടു ഓപ്പൺ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ഡാറ്റാബേസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് MySQL_select_db എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡാറ്റാബേസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ MySQL_select_db ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ പെർട്ടിക്കുലർ MySQL ഡാറ്റാബേസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. MySQL_select_db എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേരായിരിക്കും.
അപ്പോൾ ആ പേര് അവിടെ ഫൈൻഡ് ചെയ്ത് സെർവറിൽ ഫൈൻഡ് ചെയ്ത് സക്സസ്ഫുള്ളി അത് ഫൗണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അതായിരിക്കും വരിക, അല്ലെങ്കിൽ ഫോൾസ്, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുക. കണക്ഷൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആയിരിക്കും വരിക. ഇൻ കേസ് അവിടെ എന്തെങ്കിലും എറർ ഉണ്ട്, അങ്ങനെ ഒരു ഡാറ്റാബേസ് അവിടെ ഫൗണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരിക. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ബ്ലൂ ലൈനിൽ ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. MySQL _select _db ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്താൽ മതി, $database സെമിക്കോളൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അതേ പ്രോഗ്രാമിൽ MySQL ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ ഡാറ്റാബേസിനെ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാബേസിനെ ഫെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സെയിം ആ ഒരു പ്രോഗ്രാം 10.13 അതിൽ നോക്കുക. PHPയുടെ ടാഗ് ഓപ്പൺ ചെയ്തു. യൂസർ നെയിം റൂട്ട്, പാസ്വേഡ് റൂട്ട്, സെർവർ ലോക്കൽ ഹോസ്റ്റ്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വേരിയബിളും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, $database = MySQL. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡാറ്റാബേസ് എന്താണ്, MySQL എന്ന് പേരുള്ള ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ $database = MySQL എന്നുള്ള ഡാറ്റാബേസിൻ്റെ പേര് അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് $DB_handle = MySQL_connect എന്ന് പറഞ്ഞിട്ട് സെർവർ, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം നമ്മളവിടെ കൊടുത്തു, സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം കണക്ഷൻ അവിടെ സക്സസ്ഫുള്ളി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള മെസ്സേജായിട്ട് ഇഫ് നോട്ട് $DB_handle ആണെങ്കിൽ could not connect എന്ന് പറയുന്ന മെസ്സേജ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എക്കോയിൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന മെസ്സേജും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ അതവിടെ നടന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാബേസ് MySQL എന്ന് പേരുള്ള നമ്മുടെ ഡാറ്റാബേസിനെ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് $DB_found എന്ന് പറയുന്ന വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് =, എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. MySQL_select_db ഓഫ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റാബേസിൻ്റെ പേര് അവിടെ പാസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇനി അത് കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ള ഭാഗമാണ് ഇഫ് $DB_found എന്ന് പറയുന്ന വേരിയബിൾ അവിടെ സക്സസ്ഫുള്ളി അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്കോയിൽ ഡാറ്റാബേസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അല്ലെങ്കിലോ എൽസിൽ വന്നിട്ട് ഡാറ്റാബേസ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് കാണിച്ചു. അപ്പോൾ എന്തെങ്കിലും അതവിടെ നടക്കും. ഡാറ്റാബേസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതവിടെ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ അവിടെ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അതിനുശേഷം നമ്മൾ MySQL_close യൂസ് ചെയ്തിട്ട് ആ DB handle എന്ന് പറയുന്ന കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റാബേസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിരുന്നു റീഡിങ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്, അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് കണക്ഷൻ അല്ലെങ്കിൽ സെർവർ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ആദ്യം MySQL ആയിട്ട് കണക്ട് ചെയ്യണം, രണ്ടാമത് ഡാറ്റാബേസിനെ ഫൈൻഡ് ചെയ്യണം, മൂന്നാമത്തത് അവിടെ റിട്രീവലും ഇൻസേർഷനും ഒക്കെ നടക്കണം, നാലാമത്തത് ക്ലോസ് ചെയ്യണം. ക്ലോസിങ് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ അതിന് അത്ര പ്രാധാന്യം കൊടുത്താൽ മതിയാവും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത്, റീഡിങ്ങും ഇൻസേർഷനൊക്കെ. അപ്പം ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ആണ് റീഡിങ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റേനെ റീഡ് ചെയ്യാൻ 2 സ്റ്റെപ്പുകൾ വേണം. ആ 2 സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെയാണ് എക്സിക്യൂട്ട് ദ SQL query ഓൺ ദ ഡാറ്റാബേസ് യൂസിങ് ദ ഫംഗ്ഷൻ MySQL_query. ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് റിട്രീവലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, അതുപോലെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്വറി ആദ്യം എഴുതണം. എന്താണ് നമുക്ക് വേണ്ടത്, അത് ഇൻസേർഷനാണോ, ഡിലീഷനാണോ, അപ്ഡേഷനാണോ, ക്രിയേഷനാണോ, എന്താണ് വേണ്ടതെന്നുള്ളത് ആ ഒരു ക്വറിയായിട്ട് നമ്മൾ എഴുതണം. ക്വറിയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, MySQL_query എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതണം. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്, SQL query. നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ള SQL query നമ്മൾ MySQL_query എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് populate the rows into an array using the function MySQL_fetch_array. ആ ഒരു query നമ്മൾ കൊടുത്തതിന് ശേഷം അതിനെ സ്പെസിഫൈ ചെയ്യുന്ന കറസ്പോണ്ടിങ് റോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ റോസിനെ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എങ്ങനെ, MySQL_fetch_array എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു അറേയെ ആക്കിയിട്ട് ആ ഒരു റോനെ മാറ്റണം. ഈ 2 സ്റ്റെപ്പുകളാണ് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ
വേണ്ടത്. അതവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ MySQL_queryയും MySQL_fetch_array. അപ്പോൾ രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ്ലി ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെയാണ് MySQL_query. നമ്മൾ പറഞ്ഞു നമ്മുടെ query അതിൻ്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ ആ queryനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റയായിരിക്കും നമുക്ക് വരിക. അപ്പം നോക്കുക, ദ ഫംഗ്ഷൻ MySQL_query ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ SQL query ഓൺ ഡാറ്റാബേസ്. SQL queryനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ MySQL_query എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒറ്റയടിക്ക് നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ക്വറി അവിടെ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിക്കുള്ള ആൻസർ ആയിരിക്കും വരിക, അതിൻ്റെ റിസൾട്ടായിട്ട് വരിക. അതായത് MySQL_queryയുടെ ഉള്ളിൽ നമ്മൾ ക്വറി എഴുതുമ്പോൾ അതിനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ടായിട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിലായിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണത് എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു സിൻറ്റാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. $result set equal to MySQL_query ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്വറി എഴുതുക, കണക്ഷൻ എഴുതുക. അപ്പോൾ നമുക്ക് സെലക്ട്, ഷോ, ഡിസ്ക്രൈബ് എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ക്വറീസ് നമുക്ക് എഴുതാൻ പറ്റും. അത് സക്സസ് അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. അതുപോലെ അപ്ഡേറ്റ്, ഡിലീറ്റ്, ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ക്വറീസ് എഴുതാം. അതിനും നമുക്ക് സക്സസ് അല്ലെങ്കിൽ അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും നമുക്ക് വരിക. ഇനിയൊന്നും തന്നെ നടന്നില്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിക്കുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇനി ആ ട്രൂ എന്നുള്ള ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ റിസോഴ്സിനെ, ആ റിസൾട്ടിനെ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ആ റിസൾട്ടിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്, നമ്മുടെ MySQL_fetch_arrayയിലേക്ക് ആ റിസൾട്ടിനെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം MySQL_fetch_array എന്താണെന്ന് നോക്കാം. The MySQL fetch array is used to populate rows of data as an array from a MySQL result handle. അതായത് നമ്മുടെ MySQL query യൂസ് ചെയ്തിട്ട് ഫെച്ച് ചെയ്യുന്ന അറേനെ ഒരു റോ ആയിട്ട് നമുക്ക് റീഡബിൾ ആയിട്ടുള്ളൊരു ഡാറ്റേനായിട്ട് അറേ പോലെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് MySQL fetch array എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ അതെങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളതിൻ്റെ സിൻറ്റാക്സ് തന്നിട്ടുണ്ട്. റിസൾട്ട് സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ MySQL query യൂസ് ചെയ്തിട്ട് എഴുതുന്നു. അതിന് ശേഷം ഫെച്ച് റോ, അതായത് ആ റോസ് കിട്ടുന്നത് ഫെച്ച് റോ ഈക്വൽ ടു MySQL_fetch_array ഓഫ് റിസൾട്ട് സെറ്റിനെയാണ് അവിടെ പാസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പുകളാണ് നമുക്ക് റിട്രീവൽ ആണെങ്കിലും ഇൻസേർഷൻ ആണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ളത് കുറച്ച് പ്രോഗ്രാമിംഗ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം.